ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയപ്പെട്ടവരെ, നമുക്ക് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്? ആരാണ് പരിശുദ്ധാത്മാവ്? നമുക്കറിയാം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ത്രിയേക ദൈവത്തിൽ മൂന്നാമത്തവനാണ് പരിശുദ്ധാത്മാവ്. കാരണം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 16-ാം അധ്യായം അതിൻ്റെ 7-ാം തിരുവചനത്തിൽ ദൈവമായ കർത്താവ് ഇങ്ങനെ അരുളി ചെയ്തു: ഞാൻ പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഞാൻ പോയി കഴിയുമ്പോൾ സഹായകനെ നിങ്ങളുടെ അരികിലേക്ക് അയക്കും. ആരാണ് സഹായകൻ? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അത്യാവശ്യമായ ചില കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്ന വ്യക്തിയാണ് സഹായകൻ. നമ്മുടെ വീട്ടിൽ മാതാപിതാക്കൾ നമ്മളെ സഹായിക്കും, ഭാര്യ ഭർത്താവിനെ സഹായിക്കും, മക്കൾ മാതാപിതാക്കളെ സഹായിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ആത്മീയമായി മുന്നേറ്റം ലഭിക്കുവാൻ നമ്മളെ സഹായിക്കുന്ന ഏക വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ചും പുതിയ നിയമത്തിലും പരിശുദ്ധാത്മാവിൻ്റെ വരവിനെക്കുറിച്ച് 5 കാര്യങ്ങൾ, 5 പ്രതീകങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ പ്രതീകമാണ് പരിശുദ്ധാത്മാവ് തൈലത്തിൻ്റെ രൂപത്തിലാണ് കാണുന്നത്. 1 സാമുവേലിൻ്റെ പുസ്തകം 16-ാം അധ്യായത്തിൽ സാമുവേൽ പ്രവാചകനോട് ദൈവം പറഞ്ഞു: ഇസ്രായേലിൻ്റെ രാജ്യത്വത്തിൽ നിന്ന് ഞാൻ സാവൂളിനെ നീക്കം ചെയ്തിരിക്കുന്നു. നീ അവനെ ഓർത്ത് എത്ര നാൾ വിലപിക്കും? കുഴലിൽ തൈലം നിറച്ച് ഉടനെ നീ പുറപ്പെടുക. ജസ്സയുടെ ഭവനത്തിലേക്ക് ചെല്ലുക. ഞാൻ കാണിച്ചു തരുന്ന വ്യക്തിയെ നീ അഭിഷേകം ചെയ്യണം, പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണം. അങ്ങനെ സാമുവേൽ പ്രവാചകനോട് ദൈവം അരുളി ചെയ്തപ്പോൾ സാമുവേൽ ഇപ്രകാരം ദൈവത്തോട് പറയുന്നുണ്ട്: സാവൂള് ഇതറിഞ്ഞാൽ എന്നെ കൊന്നുകളയും. അതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് അവിടേക്ക് കടന്നു ചെല്ലുക? ദൈവമായ കർത്താവ് അരുളി ചെയ്തു: നീ ഒരു കാളക്കുട്ടിയെ കയ്യിലെടുക്കുക, അതിനെയും കൊണ്ട് ചെന്ന് ബലിയർപ്പിക്കാനാണെന്ന് പറയുക. അങ്ങനെ സാമുവേൽ പ്രവാചകൻ ദൈവത്തിൻ്റെ അരുളപ്പാട് ശ്രവിച്ച് ജസ്സയുടെ ഭവനത്തിലെത്തിയപ്പോൾ ജസ്സയുടെ പുത്രന്മാരെയെല്ലാം വിളിച്ചു വരുത്തി അവരെ അഭിഷേകം ചെയ്യാനായിട്ട് തീരുമാനിച്ചപ്പോൾ മൂത്ത മകനെ കണ്ടപ്പോൾ ഇവൻ രാജാവായ കൊള്ളാം എന്ന് സാമുവേൽ പ്രവാചകന് തോന്നി. എന്നാൽ പ്രിയപ്പെട്ടവരെ, 1 സാമുവേലിൻ്റെ പുസ്തകം 16-ന്റെ 7-ൽ തിരുവചനം ഇങ്ങനെ പറയുന്നു: മനുഷ്യൻ ഭാഗ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ അവൻ്റെ ഹൃദയത്തിലേക്കും. പരിശുദ്ധാത്മാവ് എപ്പോഴും ഒരു വ്യക്തിയുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. കാരണം ശരീരം ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേന്ന് വിശുദ്ധ പൗലോസ്ലീഹ 1 കൊറിന്തോസ് 3:16 നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുമുണ്ട്. അങ്ങനെ സാമുവേൽ പ്രവാചകൻ കുഴലിലെ തൈലമെടുത്ത് മൂത്ത മകനെ അഭിഷേകം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ദൈവം പറഞ്ഞു: ഞാൻ ഇവനെ തിരസ്കരിച്ചതാണ്. മറ്റു പുത്രന്മാരെയെല്ലാം വിളിച്ചു വരുത്തിയപ്പോഴും ദൈവം പറഞ്ഞു: ഇവരെ ആരെയും ഞാൻ തിരഞ്ഞെടുത്തിട്ടില്ല. ഇതാ, ഈ ഭവനത്തിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് ചേട്ടന്മാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു: ഞങ്ങളുടെ ഒരു ഇളയ സഹോദരനുണ്ട്, അവൻ ആട് മേയ്ക്കാൻ കാട്ടിൽ പോയിരിക്കുകയാണ്. ദൈവം പറഞ്ഞു അവനെ വിളിച്ചു വരുത്താൻ പ്രവാചകനോട് പറഞ്ഞപ്പോൾ പ്രവാചകൻ അവരോട് ഇങ്ങനെ പറഞ്ഞു: നിങ്ങളുടെ സഹോദരനെ വിളിച്ചു വരുത്തുക. അങ്ങനെ സാമുവേൽ പറഞ്ഞതനുസരിച്ച് ദാവീദിൻ്റെ ജ്യേഷ്ഠന്മാർ ദാവീദിനെ ആളയച്ചു വരുത്തി. ബാലനായ ദാവീദ് അവിടെ എത്തിയപ്പോൾ ഈ ചെറുപ്പക്കാരനായ കുഞ്ഞിനെ കണ്ടപ്പോൾ ദൈവം പറഞ്ഞു: ഇവനെയാണ് ഞാൻ ഇസ്രായേലിൻ്റെ രാജാവായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അങ്ങനെ ദാവീദിൻ്റെ മേൽ കുഴലിലെ തൈലമൊഴിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ശക്തമായി ദാവീദിൻ്റെ മേൽ ആവസിക്കുകയും ദാവീദ് പരിശുദ്ധാത്മാവിൽ നിറയുകയും ചെയ്തു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദാവീദിൻ്റെ ചേട്ടന്മാരും ദാവീദിൻ്റെ സഹോദരന്മാരും ബന്ധുക്കളും എല്ലാവരും ദാവീദിനെ ഉപേക്ഷിച്ചപ്പോൾ, കാട്ടിൽ ആട് മേയ്ക്കാൻ വിട്ടപ്പോൾ, ആർക്കും വേണ്ടാത്തവനായി വിട്ടപ്പോൾ ദൈവം ദാവീദിനെ കാണുകയും ദൈവം ദാവീദിൻ്റെ മനസ്സ് കാണുകയും ദാവീദിനെ ദൈവം അഭിഷേകം ചെയ്യുകയും ചെയ്തു. എല്ലാവരുടെയും കാണുക പരിശുദ്ധാത്മാവ് ദാവീദിനെ അഭിഷേകം ചെയ്തു. ഒരു വ്യക്തിയുടെ മേൽ ആത്മാവ് വരുമ്പോൾ, പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തുമ്പോൾ ആ വ്യക്തിയെ സമൂഹത്തിൽ ദൈവം എടുത്തുയർത്തും. കാരണം ദൈവം തൻ്റെ ഏകജാതനെ ഭൂമിയിലേക്ക് വിട്ടപ്പോൾ എല്ലാവരുടെ മേലും ആത്മാവിനെ ഭക്ഷിക്കുവാനാണ് പിതാവായ ദൈവം യേശുവിനെ ലോകത്തിലേക്ക് അയച്ചത്. നാം സുവിശേഷത്തിൽ ഇപ്രകാരം വായിച്ചിട്ടുണ്ടല്ലോ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 18-ന്റെ 14 ഇങ്ങനെ പറയുന്നു:
ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അരികിലേക്ക് വരും. ഒന്ന്, തൈലത്തിൻ്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവിനെ പഴയ നിയമത്തിൽ കാണുന്നു. ഇത് യാക്കോബ് ശ്ലീഹായി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ. യാക്കോബ് 5:13 പറയുന്നു, നിങ്ങളിൽ ദുരിതം അനുഭവിക്കുന്നവർ സഭയിലെ ശ്രേഷ്ഠരെ വിളിക്കട്ടെ, അവർ തൈലം പൂശി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അവർ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാപം ഏറ്റുപറയട്ടെ, അപ്പോൾ അവരുടെ ആത്മാവിനെ ലഭിക്കും. അപ്പോൾ തൈലത്തിൻ്റെ പ്രത്യേകത, മുറിവോ ഒടുവോ ചതവോ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ എണ്ണ പൂശി തൈലം പൂശുകയാണെങ്കിൽ നീര് വലിയുന്നു, മുറിവ് വേഗം ഉണങ്ങിപ്പോകുന്നു. ഇത് പരിശുദ്ധാത്മാവിൻ്റെ തൈലാഭിഷേകത്തെ സൂചിപ്പിക്കുന്നു. ഇത് സഭയിൽ നമുക്ക് തൈലലേപന കൂദാശയായി സഭയിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഒന്നാമത്തെ പ്രതീകം തൈലത്തിൻ്റെ രൂപത്തിലാണ് പരിശുദ്ധാത്മാവിനെ കാണുന്നത്. 2, അഗ്നിയുടെ രൂപത്തിലാണ്. യേശയ്യായുടെ പുസ്തകത്തിൽ 10:14 പറയുന്നു, പരിശുദ്ധൻ ഒരു ജ്വാലയായി നിന്റെ മേൽ വരും, നിന്റെ മുള്ളുകളും മുൾച്ചെടികളും കത്തിച്ചാമ്പലാക്കും. ഇത് അപ്പസ്തോല പ്രവർത്തനം 2:1 അവർ ഏക മനസ്സോടെ സോളമൻ്റെ മണ്ഡപത്തിൽ പരിശുദ്ധ അമ്മയുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പന്തക്കുസ്തായിൽ പരിശുദ്ധാത്മാവ് അഗ്നിയുടെ രൂപത്തിൽ അവരുടെ മേൽ കടന്നു വന്നു. അഗ്നിയുടെ പ്രത്യേകത ശുദ്ധീകരിക്കുന്നതാണ്. നമ്മുടെ മേൽ പരിശുദ്ധാത്മാവ് എന്ന അഗ്നി വരുമ്പോൾ നമ്മളിലുള്ള എല്ലാ മാലിന്യങ്ങളും കഴുകി നമ്മളെ പുതു സൃഷ്ടിയാക്കി രൂപാന്തരപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് ഗലാത്തി 6:15 പൗലോസ്ലീഹായി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ, ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയതെല്ലാം കടന്നുപോയി. അപ്പോൾ അഗ്നിയുടെ പ്രത്യേകത വേണ്ടാത്തതിനെയെല്ലാം കത്തിച്ച് ചാമ്പലാക്കും. നമ്മുടെ ഉള്ളിലുള്ള അശുദ്ധിയും ദുർമോഹങ്ങളും എല്ലാം അഗ്നിയാകുന്ന പരിശുദ്ധാത്മാവ് വരുമ്പോൾ കത്തിച്ചാമ്പലാകും. അതുകൊണ്ടാണ് വിശുദ്ധ റോമാലേഖനത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ 12-ാം അധ്യായത്തിൽ 1-ാം തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് പ്രീതികരമായ സജീവ ബലിയായി സമർപ്പിക്കണം. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണല്ലോ, ദൈവാത്മാവാണല്ലോ നമ്മളിൽ വസിക്കുന്നത്. ഈ ആലയത്തിൽ ആത്മാവ് വസിക്കുന്നു. അതുകൊണ്ടാണ് 1 കൊറിന്തോസ് 6:19 പൗലോസ്ലീഹ പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ സ്വന്തമാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ സ്വന്തമാക്കിയിരിക്കുകയാണ്. എപ്പോഴും നമ്മുടെ കൂടെ നടക്കുന്ന, നമ്മളെ സഹായിക്കുന്ന, നമ്മളെ ശക്തിപ്പെടുത്തുന്ന, നമുക്ക് ഉപദേശം തരുന്ന പരിശുദ്ധാത്മാവ്. എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ ഒരുപാട് അനുഭവിക്കുവാനും ആസ്വദിക്കാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് എഴുതാനോ വായിക്കാനോ അറിയാത്ത കാലഘട്ടത്ത് ഞാൻ ധ്യാനം കൂടിയപ്പോൾ, വചനം എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ, ഞാൻ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കാൻ തുടങ്ങി, എന്നെ ശക്തിപ്പെടുത്താൻ തുടങ്ങി. കാരണം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാനൊരു മറ്റു മതത്തിൽ നിന്ന് യേശുവിൻ്റെ രക്ഷയിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് റോമാലേഖനം 8:26 നമ്മളെ ഇങ്ങനെ പരിശുദ്ധാത്മാവ് അനുസ്മരിപ്പിക്കുന്നുണ്ട്, വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല, എന്നാൽ അവാച്യമായ നെടുവീർപ്പാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. ഈ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ഇപ്രകാരമാണ് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചത്. പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇപ്രകാരം അരുളി ചെയ്യുന്നുണ്ട്, ഞാൻ എൻ്റെ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളുടെ കൂടെയായിരിക്കാൻ മറ്റൊരു സഹായകനെ തരും. യോഹന്നാന്റെ സുവിശേഷത്തിൽ 14:15 പറയുന്നത്, മറ്റൊരു സഹായകൻ. അവൻ്റെ പേര് തന്നെ ഒരു സഹായകനെന്നല്ലേ. ഏത് രീതിയിലും, ഏത് ആവശ്യത്തിലും, ഏത് കാര്യത്തിലും അവൻ വന്ന് നമ്മളെ സഹായിക്കും. എന്നിട്ട് ഇപ്രകാരം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, ഈ സഹായകനെ, ഈ ആത്മാവിനെ ലോകത്തിന് സാധിക്കുകയില്ല അറിയാൻ. കാരണം ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. കാരണം നമ്മൾ അവനെ കാണുന്നു, നമ്മൾ അവനെ അറിയുന്നു. കാരണം അവൻ നമ്മളിൽ വസിക്കുന്നുണ്ട്. ആത്മാവാണ് നമ്മളിൽ വസിക്കുന്നത്. ഈ ആത്മാവ് നമ്മുടെ ഉള്ളിലിരുന്ന് ഒരുപാട് ആനന്ദവും സന്തോഷവും പ്രത്യാശയും നമുക്ക് തരും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ ആത്മാവാകുന്ന സഹായകനെ നാം എപ്പോഴും ചേർത്ത് നിർത്തണം. ഈ ആത്മാവിനെ നമ്മൾ ദുഃഖിപ്പിക്കുകയോ വേദനിപ്പിക്കുകയോ സങ്കടപ്പെടുത്തുകയോ മല്ലടിക്കുകയോ ചെയ്യരുത്. കാരണം പരിശുദ്ധാത്മാവ് നമ്മുടെ ഏറ്റവും വലിയ സ്നേഹിതനാണ്, നമ്മൾ ഏറ്റവും വലിയ ഉപദേശകനാണ്, ഏറ്റവും വലിയ അധ്യാപകനാണ് പരിശുദ്ധാത്മാവ്. ഈ ആത്മാവ് നമ്മുടെ കൂടെ നടക്കുമ്പോൾ നമുക്കൊത്തിരി ആനന്ദിക്കാൻ സാധിക്കും. അതുകൊണ്ടാണല്ലോ ജ്ഞാനമാറുവത്തിൽ, ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എന്നെ ഒത്തിരി ആനന്ദിച്ച ഒരു വചനമാണ്, ഒത്തിരി സ്പർശിച്ച ഒരു വചനമാണ്, വിശുദ്ധമായവ വിശുദ്ധിയോടുകൂടി ചെയ്യുന്നവൻ വിശുദ്ധനാകും, അവൻ എൻ്റെ വചനത്തിൽ അഭിലാഷം അർപ്പിക്കും, അപ്പോൾ ആനന്ദം കണ്ടെത്തും. പ്രിയപ്പെട്ടവരെ, അപ്പോൾ 1 പരിശുദ്ധാത്മാവ് തൈലത്തിൻ്റെ രൂപത്തിൽ കാണുന്നു, 2 അഗ്നിയുടെ രൂപത്തിൽ കാണുന്നു, 3 പരിശുദ്ധാത്മാവ്
വെള്ളത്തിൻ്റെ രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. കാരണം യോഹന്നാന്റെ സുവിശേഷത്തിൽ 7-ാം അധ്യായം 37-ാം തിരുവചനത്തിൽ ദൈവമായ കർത്താവ് തിരുനാളിൻ്റെ മഹാദിനത്തിൽ ശബ്ദമുയർത്തി പറഞ്ഞില്ലേ, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്നും വിശുദ്ധീകരണം പ്രസ്താവിച്ചതുപോലെ ജീവജലത്തിൻ്റെ അരുവിയൊഴുകും. ഇതവൻ പറഞ്ഞത് തന്നിൽ വിശ്വസിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. അതുവരെ ആർക്കും പരിശുദ്ധാത്മാവിനെ നൽകപ്പെട്ടിരുന്നില്ല. കാരണം അതുവരെ ക്രിസ്തു മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല. എന്താണ് ക്രിസ്തുവിൻ്റെ മഹത്വീകരണം? യേശുവിൻ്റെ കുരിശുമരണം കഴിഞ്ഞാണ് സഭയിൽ ശക്തീകരണം ആരംഭിച്ചത്. അതുകൊണ്ട് യേശു കുരിശിൽ മരിച്ച് നമുക്ക് ആത്മാവിനെ തന്നിട്ട് അവൻ ഈ ലോകത്തിൽ നിന്ന് പോയി. എന്നിട്ട് ഈശോ പറയുന്നുണ്ട്, ആ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും, നിങ്ങളെ സഹായിക്കാനുണ്ടായിരിക്കും. ഇതുകാണല്ലോ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്കറിയാം. സമരിയാക്കാരി സ്ത്രീ, അവൾ നട്ടുച്ചത്ത് ആ കിണറ്റിൻകരയിൽ വെള്ളം കോരാൻ എത്തിയപ്പോൾ, യേശു യാത്ര ചെയ്ത് ക്ഷീണിച്ച് കിണറ്റിൻകരയിൽ ഇരിക്കുമ്പോൾ അവൾ വെള്ളം കോരാൻ വന്നപ്പോൾ ഈശോ അവളോട് പറയുന്നുണ്ട്, മകളെ, ഈ വെള്ളം കുടിച്ചാൽ നിനക്ക് വീണ്ടും ദാഹിക്കും. ഞാൻ നൽകുന്ന വെള്ളം കുടിച്ചാൽ പിന്നീട് ഒരിക്കലും നിനക്ക് ദാഹിക്കുകയില്ല. ആ വെള്ളം കുടിച്ചാൽ നീ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന ഒരരുവിയായി നിന്നിൽ നൊഴുകും. പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും പരിശുദ്ധാത്മാവിനെ ആവോളം സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്നും വിശുദ്ധീകരണം പ്രസ്താവിച്ചതുപോലെ ഒരു ജീവജലത്തിൻ്റെ അരുവി ഒഴുകും. ഈ അരുവി നമ്മുടെ ഭവനത്തിലേക്കും നമ്മുടെ ഇടവകയിലേക്കും നമ്മുടെ സമൂഹത്തിലേക്കും ലോകത്തിലുള്ള സകല മക്കൾക്കും ഈ അരുവിയിൽ നിന്ന് ജീവജലം കുടിക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പം നമ്മൾ എന്തുമാത്രം ആത്മാവിൽ നിറയുന്നോ, നമ്മൾ എന്തുമാത്രം ആത്മാവിൽ ശക്തിപ്പെടുന്നോ, അത്രയും ഒരു അഭിഷേകം നമ്മുടെ ഭവനത്തിലേക്കും നമ്മുടെ സമൂഹത്തിലേക്കും നമ്മുടെ ഇടവകയിലേക്കും നമ്മുടെ കുടുംബജീവിതത്തിലേക്കും പരിശുദ്ധാത്മാവ് കടന്നു വരും. ഭാര്യയ്ക്ക് ആത്മാവിനെ ലഭിക്കണമെങ്കിൽ ഭർത്താവ് ആത്മാവിൽ നിറയണം. ഭാര്യ ആത്മാവിൽ നിറയുമ്പോൾ ഭർത്താവ് ആത്മാവിൽ നിറയുന്നു. മക്കളും കുടുംബവും എല്ലാം ആത്മാവിൽ നിറഞ്ഞ് ഒരാനന്ദമുണ്ടാകും. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു, 11-ാം അധ്യായത്തിൽ 2-ാം തിരുവചനം, കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിച്ചു, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ഉപദേശത്തിൻ്റെയും ആത്മാവ്. അവൻ ദൈവഭക്തിയിൽ ആനന്ദം കണ്ടെത്തും. ഇന്ന് ആനന്ദം കണ്ടെത്താൻ പലരും സിനിമ കാണുന്നു, സീരിയൽ കാണുന്നു, മദ്യം കുടിക്കുന്നു, ലോകത്തിൻ്റെ അരൂപിയിൽ കള്ളിനും ലഹരിക്കുമെല്ലാം അടിമപ്പെട്ട് ആനന്ദം കണ്ടെത്തുന്നു. ഇത് നമ്മളെ പാപമാക്കി രോഗമാക്കി മാറ്റി നമ്മുടെ ജീവിതം നശിപ്പിക്കും. എന്നാൽ നമുക്ക് ആത്മാവിൽ ആനന്ദിക്കാൻ കഴിയുന്നുണ്ടോ സഹോദരങ്ങളെ? നമ്മൾ ആത്മാവിൽ ആനന്ദിക്കണം. ഈ ആനന്ദം ദൈവം തരുന്നൊരു ആനന്ദമാണ്. അത് നിത്യമായൊരു ആനന്ദമാണ്. ഈ ആനന്ദത്തെ നമുക്ക് ആത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് നിറയാൻ സാധിക്കും. മൂന്നാമതായിട്ട് നമ്മൾ കണ്ടത്, പ്രിയപ്പെട്ടവരെ, ജലത്തിൻ്റെ രൂപത്തിലാണ്. എന്നാൽ നാലാമതായി കാണുന്നത് പ്രാവിൻ്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവിനെ കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 3:17 യേശു സ്നാനം സ്വീകരിച്ച ഉടനെ ആത്മാവ് അവൻ്റെ മേൽ പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്നു. സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനും ഞാൻ സംപ്രീതനായിരിക്കുന്നു. അപ്പോൾ കാറ്റായിട്ട് പരിശുദ്ധാത്മാവിനെ കാണുന്നുണ്ട്. 5-ാമത്തെ പ്രതീകമാണ് കാറ്റിൻ്റെ രൂപത്തിൽ. യോഹന്നാന്റെ സുവിശേഷം 3:8 യേശു നിക്കോദെമോസിനോട് പറയുന്നുണ്ട്, കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു, നീ അതിൻ്റെ ശബ്ദം കേൾക്കുന്നു, എന്നാൽ അത് എവിടുന്ന് വന്നെന്നോ എവിടുന്ന് പോകുന്നെന്നോ നീ അറിയുന്നില്ല. ഇതുപോലെയാണ് ആത്മാവിൽ ജനിച്ച ഒരുവനും. അപ്പോൾ കാറ്റായിട്ടും തൈലമായിട്ടും വെള്ളമായിട്ടും തീയായിട്ടും പ്രാവായിട്ടും പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകം കാണുന്നുണ്ട്. എന്നാൽ അപ്പസ്തോലൻ 2:1 കൊടുങ്കാറ്റടിക്കുന്ന ആരവത്തോടെ സിഗിയോൻ ശാലയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നതും നാം വായിച്ചിട്ടുണ്ട്. എന്നാൽ കാറ്റല്ല, വെള്ളമല്ല, തൈലമല്ല, തീയല്ല പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് ആരാ ആണെന്ന് അപ്പസ്തോല പ്രവർത്തനം 5:4 അനന്യാസും സഫീറയുടെ കുടുംബത്തിലൂടെ ഈശോ വ്യക്തമായിട്ട് പത്രോസ്ലീഹ പ്രസംഗിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ദൈവമാണ്. അനന്യാസ് പറമ്പ് വിറ്റിട്ട് ദശാംശം മറച്ചു വെച്ച് ഭാര്യയുടെ അറിവോടുകൂടി ആദിമസഭയിലെ ആദ്യത്തെ പാപമെന്ന് പറയാം പത്രോസ്ലീഹയുടെ അടുക്കൽ വന്ന് കള്ളം പറഞ്ഞു. ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞ പത്രോസ്ലീഹ പറഞ്ഞു, അനന്യാസെ, പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കാനും പറമ്പിൻ്റെ ദശാംശം മറച്ചു വെക്കാനും സാത്താൻ നിന്റെ ഹൃദയത്തെ പ്രേരിപ്പിച്ചു. നീ വ്യാജം പറഞ്ഞത് മനുഷ്യനോടല്ല, ദൈവത്തോടാണ്. പരിശുദ്ധാത്മാവ് ദൈവമാകുന്നു എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് ദൈവമാണ്. ഈ പരിശുദ്ധാത്മാവിനോട് കള്ളം പറയാൻ പാടില്ല. പരിശുദ്ധാത്മാവ് ദൈവമാണ്. അവൻ എന്നേക്കും നമ്മുടെ കൂടെയായിരിക്കുന്ന വ്യക്തിയാണ്. 2, പരിശുദ്ധാത്മാവിനെ നമ്മൾ പരീക്ഷിക്കാൻ പാടില്ല. സഫീറ പരീക്ഷിച്ചു. അപ്പോസ്തല പ്രവർത്തനത്തിൽ പത്രോസ്ലീഹ പറഞ്ഞു, സഫീറെ, ഈ വിലയ്ക്ക് തന്നെയാണ് പറമ്പ് വിറ്റത്, നീ പരിശുദ്ധാത്മാവിനെ പരീക്ഷിക്കരുത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിനെ നമ്മൾ പരീക്ഷിക്കാൻ പാടില്ല. 3, പരിശുദ്ധാത്മാവിനെ നമ്മൾ ദുഃഖിപ്പിക്കരുത്.
പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. എഫേസസ് 4:30 പറയുന്നു, അന്ത്യദിനത്തിന് വേണ്ടി നിന്നെ മുദ്രിതരാക്കിയ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. വേദനയുള്ളത് മനുഷ്യനല്ലേ, പരിശുദ്ധാത്മാവ് ഒരു ദൈവമാണ്, അവന് വേദനയുണ്ടാകും. നമ്മളവനോട് സംസാരിക്കാതിരിക്കുമ്പോൾ, പരിശുദ്ധാത്മാവോട് മിണ്ടാതിരിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവിന് വേദനയുണ്ടാകും. ഒരിക്കൽ ഒരു വചനപ്രഘോഷണ വേളയിൽ ഒരു സഹോദരൻ എന്നോട് ചോദിച്ചു, പരിശുദ്ധാത്മാവ് മിണ്ടാൻ പറ്റുമോ? അത് പ്രാവല്ലേ, അതിനെങ്ങനെ സംസാരിക്കാൻ പറ്റും? എൻ്റെ സഹോദരങ്ങളെ, അപ്പസ്തോല പ്രവർത്തനം 2:13 പറയുന്നു, അവർ പ്രാർത്ഥിച്ചും ഉപവസിച്ചും ഇരിക്കവേ പരിശുദ്ധാത്മാവ് അവരോട് സംസാരിച്ചു. പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മളോട് സംസാരിക്കാറുണ്ട്. അവൻ ദൈവത്തിൻ്റെ ആത്മാവാണ്, അവൻ നമ്മുടെ കൂടെ നടക്കുന്ന ആത്മാവാണ്. അതുകൊണ്ട് ഈ ആത്മാവിനോട് നമ്മൾ സംസാരിക്കണം. ഈ ആത്മാവിനെ നമ്മൾ ദുഃഖിപ്പിക്കരുത്, ഈ ആത്മാവിനെ നമ്മൾ ഒരിക്കലും വേദനിപ്പിക്കുകയും ചെയ്യരുത്. 4, പരിശുദ്ധാത്മാവിനോട് നമ്മൾ മല്ലടിക്കരുത്. യേശയ്യായുടെ പുസ്തകത്തിൽ 63:8 പഴയ നിയമത്തിൽ യേശയ്യാ പ്രവാചകൻ പറയുന്നു, നിങ്ങൾ എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കുന്നു. നിങ്ങൾ ഏത് പ്രവാചകനെ കൊണ്ട് വേദനിപ്പിക്കാത്തതായി? നീതിമാനായവൻ്റെ ആഗമനത്തെ മുൻകൂട്ടി അറിയിച്ചവരെ നിങ്ങൾ കൊന്നുകളഞ്ഞില്ലേ? ഈ ആത്മാവിനോട് നിങ്ങൾ മല്ലടിക്കരുത്. പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കുന്നത് കൊണ്ട് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ശത്രുവായി തീർന്നിരിക്കുന്നു. നമ്മുടെ ശരീരത്തിൽ വസിക്കുന്ന ആത്മാവിനോട് നമ്മൾ സംസാരിക്കാതിരിക്കുമ്പോൾ, ഈ ആത്മാവിൽ ശരീരത്തിൽ മദ്യം കൊടുത്ത് പുകവലിച്ച് ജഡികമായ പാപത്തിലൊക്കെ അടിമപ്പെട്ട് ലോകസുഖങ്ങളിൽ മുഴുകി ജീവിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് നമ്മൾ മല്ലടിക്കുകയല്ലേ ചെയ്യുന്നത്? ഈ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്? അതുകൊണ്ടാണ് ഈ വചനം ഉച്ചരിച്ചാണ് ആദ്യത്തെ രക്തസാക്ഷിയായ സ്തെഫാനോസ് അപ്പസ്തോല പ്രവർത്തനം 7:51 സ്തെഫാനോസ് ഇങ്ങനെ പ്രസംഗിച്ചില്ലേ? സാവൂളും കൂട്ടുകാരും സ്തെഫാനോസിനെ കല്ലെറിഞ്ഞപ്പോൾ സ്തെഫാനോസ് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളെല്ലായ്പ്പോഴും പരിശുദ്ധ മല്ലടിക്കുന്നു, നിങ്ങളുടെ പ്രവാചകന്മാരെ പോലെയാണ് നിങ്ങൾ. അപ്പോൾ സാവൂള് ആക്രോശിച്ച് കല്ലെടുത്ത് ആ സ്തെഫാനോസിനെ എറിഞ്ഞപ്പോൾ സ്തെഫാനോസ് പരിശുദ്ധാത്മാവി നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി. ഇന്ന് ആർക്കും സ്വർഗം ദർശിക്കാൻ സാധ്യമല്ല. സ്വർഗമുണ്ടോ എന്ന് ചിലർ ചോദിക്കാറുണ്ട്. സ്വർഗവും നരകമൊക്കെ ഈ ഭൂമി തന്നെ അല്ലേ എന്ന് ചിലർ ചോദിക്കാറുണ്ട്. അങ്ങനെ സുഖിച്ച് ജീവിച്ചാലും പാപത്തിൽ ജീവിച്ചാലും എന്നാ കുഴപ്പം എന്ന് ചോദിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ വചനത്തിൽ വ്യക്തമായി പറയുന്നു, പ്രിയ ദൈവമക്കളെ, അവൻ പരിശുദ്ധാത്മാവി നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി. പിതാവിൻ്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നത് സ്തെഫാനോസ് കണ്ടപ്പോൾ പറഞ്ഞു, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നു. അതുകൊണ്ടല്ലേ യൂദാസിൻ്റെ ഒറ്റ ലേഖനമേ ഉള്ളൂ. ആ ലേഖനത്തിൽ 1:21 പറയുന്നു, നിങ്ങൾ പരിശുദ്ധാത്മാവി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പവിത്രമായ വിശ്വാസത്തിൽ നിങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കണം. നിങ്ങൾ പരിശുദ്ധാത്മാവിലാണ് പ്രാർത്ഥിക്കേണ്ടത്. അതുകൊണ്ട് വേണ്ട വിധം പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവിനെ പഠിപ്പിക്കും. അതാണ് പ്രഭാഷകൻ 7:10 പറയുന്നത്, ഈ പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത്. പരിശുദ്ധാത്മാവെ എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. ഈശോ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു, പരിശുദ്ധാത്മാവിനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആത്മാവിനെ അറിയണമെങ്കിൽ യേശുവിനെ എപ്രകാരമാണ് ആത്മാവ് നയിച്ചത് എന്ന് നമ്മൾ അറിയുന്നത് നല്ലതാണ്. കാരണം യേശുവിൻ്റെ ജനനം ആത്മാവിൽ നിറഞ്ഞതായിരുന്നു. മത്തായി 1:21 പറഞ്ഞില്ലേ, കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, നീ അവൻ യേശു എന്ന പേരിടണം, എന്തെന്നാൽ അവൻ ആത്മാവിൽ നിറഞ്ഞവനായിരിക്കും. അപ്പോൾ യേശുവിൻ്റെ ജനനം ആത്മാവിൽ നിറഞ്ഞതായിരുന്നു. 2, യേശുവിൻ്റെ മാമോദീസ ആത്മാവിൽ നിറഞ്ഞതായിരുന്നു. യേശു സ്നാനം സ്വീകരിച്ച ഉടനെ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വരുന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. 3, യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ ആത്മാവിൽ നിറഞ്ഞതാണ്. ലൂക്കാ 4:18 വിശുദ്ധ മത്തായി 4:1 ലൂക്കാ 4:1 ഇപ്രകാരം പറയുന്നു, അവൻ ആത്മാവി നിറഞ്ഞ് ജോർദാനിലേക്ക് മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. നമ്മുടെ ജീവിതത്തിലും ധ്യാനം കൂടി വചനം കേട്ട് പ്രാർത്ഥന അനുഭവത്തിൽ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഒരു മരുഭൂമി അനുഭവം ഉണ്ടാകും. ഈ മരുഭൂമി അനുഭവം ഉണ്ടാകുമ്പോൾ നിയമാവർത്തനം 32:10 പറയുന്നു, ശൂന്യത ഓരിയിടുന്ന മണലാരുണ്യത്തിൽ നിന്നെ കണ്ടുമുട്ടി, താല്പര്യപൂർവ്വം ഞാൻ നിന്നെ വാരിപ്പിളർന്നു, കണ്ണിലെ കൃഷ്ണമണി പോലെ ഞാൻ നിന്നെ സൂക്ഷിച്ചു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളും മരുഭൂമി അനുഭവങ്ങളും ഒറ്റപ്പെടുത്തലും ഒക്കെ ഉണ്ടാകുമ്പോഴോ, ഏകാന്തത ഉണ്ടാകുമ്പോൾ, മറ്റുള്ളവർ വിമർശിക്കുമ്പോൾ, മറ്റുള്ളവർ കുറ്റപ്പെടുത്തുമ്പോഴെല്ലാം ഈ ആത്മാവ് നമുക്ക് ആശ്വാസം തരും. ഈ ആത്മാവ് നമുക്ക് ആനന്ദം തരും. ഈ ആത്മാവിൽ നമുക്ക് ആനന്ദിക്കാൻ കഴിയും. ഈ ആത്മാവിൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയും. ഈ ആത്മാവിൽ പ്രത്യാശ വെക്കാൻ പറ്റും. അതുകൊണ്ടാണ് റോമ 5:5 പറഞ്ഞത്, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിലൂടെ ദൈവ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുകയാണ്. നമുക്കൊരു പ്രത്യാശയുള്ളത് പരിശുദ്ധാത്മാവിലുള്ള ആശ്രയമാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ നമ്മൾ ആശ്രയിക്കണം. യേശുവിൻ്റെ ആ ശുശ്രൂഷ ആത്മാവി നിറഞ്ഞതായിരുന്നെങ്കിൽ, യേശുവിൻ്റെ ജ്ഞാനസ്നാനം ആത്മാവി നിറഞ്ഞതായിരുന്നു, യേശുവിൻ്റെ ജനനം ആത്മാവി നിറഞ്ഞതായിരുന്നു. 4, യേശുവിൻ്റെ കുരിശുമരണം ആത്മാവി നിറഞ്ഞതായിരുന്നു. കാരണം
കാരണം ഹെബ്രയർ 9:26-28 പറയുന്നു, നിത്യാത്മാവ് മൂലം കളങ്കമില്ലാത്ത ദൈവത്തെ ശുശ്രൂഷിക്കാൻ നമ്മുടെ അന്ധകരണത്തെ നിർജീവ പ്രവർത്തികളിൽ നിന്ന് പരിശുദ്ധാത്മാവ് എത്രയധികം വിശുദ്ധീകരിക്കുകയില്ലേ, എത്രയോ അധികം വിശുദ്ധീകരിക്കും. നമ്മുടെ ആ ശരീരത്തിൻ്റെ വേദനകൾ, നമ്മുടെ ദുഃഖങ്ങൾ എല്ലാം ശരീരത്തിൽ ഏറ്റെടുത്ത് യേശു കുരിശിൽ മരിച്ചു. നമ്മുടെ രോഗം ഏറ്റെടുത്ത് കുരിശിൽ മരിച്ചു. എന്നിട്ടാണ് ഈശോ നമുക്ക് ആത്മാവിനെ തന്നത്. ആ യേശുവിൻ്റെ കുരിശുമരണം ആത്മാവിൽ നിറഞ്ഞതായിരുന്നു. പ്രിയപ്പെട്ടവരെ, 5 യേശുവിൻ്റെ ഉത്ഥാനം ആത്മാവിൽ നിറഞ്ഞതായിരുന്നു. കാരണം റോമ 8:11 പറയുന്നു, ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങളുടെ മർത്തി ശരീരത്തെയും ദൈവം ഉയർപ്പിക്കും. നമ്മുടെ ശരീരത്തിനൊരു ഉയർപ്പുണ്ട്. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 2:26 യോഹന്നാൻ ശ്ലീഹ വ്യക്തമായി പറഞ്ഞു, ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാനാണ് ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ക്രിസ്തുവിൽ നിന്നും നിങ്ങൾ സ്വീകരിച്ച അഭിഷേകം നിങ്ങളിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ മറ്റാരും നിങ്ങളെ പഠിപ്പിക്കേണ്ട. അവൻ്റെ അഭിഷേകം എല്ലാ കാര്യവും പഠിപ്പിക്കും. യോഹന്നാന്റെ സുവിശേഷം 14:26 പറയുന്നു, അവൻ വരുമ്പോൾ അവൻ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം ഓർമ്മപ്പെടുത്തുകയും അനുസ്മരിപ്പിക്കുകയും ചെയ്യും. ഓർമ്മപ്പെടുത്തുന്നതാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ടല്ലേ ലൂക്കാ സുവിശേഷകൻ 18-ാം അധ്യായത്തിൽ ഇങ്ങനെ ദൈവം ഒരു ഉപമ പറഞ്ഞില്ലേ, ഒരു ന്യായാധിപൻ, ഒരു വിധവ ഒരു നഗരത്തിലുണ്ടായിരുന്നു. ആ ന്യായാധിപൻ ദൈവത്തെ ഭയപ്പെടുന്നില്ല, മനുഷ്യനെ മാനിക്കുന്നില്ല. ഈ വിധവ വന്ന് കൂടെ ശല്യം ചെയ്തപ്പോൾ ആ ന്യായാധിപൻ ഇങ്ങനെ ചിന്തിച്ചു, എന്നെ ഈ വിധവ ശല്യം ചെയ്യുന്നെങ്കിൽ ഇവക്ക് ഞാൻ നീതി നടത്തി കൊടുക്കും. അങ്ങനെ ആ ന്യായാധിപൻ, നീതിരഹിതനായ ന്യായാധിപൻ ആ വിധവയ്ക്ക് നീതി നടത്തി കൊടുത്തെങ്കിൽ രാവും പകലും തന്നെ വിളിച്ച് കരയുന്ന തൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട മക്കൾക്ക് നീതി നടത്തി കൊടുക്കാതിരിക്കുമോ? അതിന് കാലവിളംബം വരുത്തുമോ? അങ്ങനെയെങ്കിൽ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ലേ? പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ നാം ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിനോട് വിളിച്ച്, പരിശുദ്ധാത്മാവാകുന്ന സഹായക, എന്നെ നിരന്തരം സഹായിക്കണമേ, എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ നമ്മുടെ അരികിലേക്ക് കടന്നു വരും. പുറപ്പാട് 20:24 നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരുന്ന പരിശുദ്ധാത്മാവ്, നമ്മളെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ്, നമ്മുടെ കൂടെ നടക്കുന്ന പരിശുദ്ധാത്മാവ്. അതുകൊണ്ടല്ലേ ജോഷുവയുടെ പുസ്തകത്തിൽ 1-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വചനം എന്നെ ഒരുപാട് ആശ്വസിപ്പിച്ച ഒരു വചനഭാഗമാണത്. ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ അധരത്തിലുണ്ടാകണം, രാവും പകലും അതിനെക്കുറിച്ച് ധ്യാനിക്കണം. അപ്പോൾ നീ വിജയം വരിക്കുകയും അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യും. മോശയോട് എന്നതുപോലെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. ആയുഷ്കാലത്ത് ഒരിക്കലും ആരും നിന്നെ തോൽപ്പിക്കുകയില്ല. പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കിയ വ്യക്തിക്ക് ഒരു കാലത്തും ഒരിടത്തും പരാജയപ്പെടാൻ പരിശുദ്ധാത്മാവ് സമ്മതിക്കില്ല. കാരണം പരിശുദ്ധാത്മാവ് അവൻ്റെ കൂടെ നടക്കുന്നു, കൂടെ വസിക്കുന്നു, കൂടെ ആശ്വാസദായകനായി എപ്പോഴും കൂടെ വരുന്ന സഹായകൻ. അതുകൊണ്ടാണ് മോശയോട് എന്നതുപോലെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് ജോഷുവ പ്രവാചകനോട് അരുളി ചെയ്തു. ഇതുകൊണ്ടാണല്ലോ പുറപ്പാട് 33:14 മോശ ഇസ്രായേൽ ജനത്തെ നയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവം പറഞ്ഞു, തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് നീ പോകുക, ഞാൻ നിന്റെ കൂടെ വരില്ല എന്ന് പറഞ്ഞപ്പോൾ മോശ പറഞ്ഞു, തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശം എനിക്ക് വേണ്ട, നീ എൻ്റെ കൂടെ വന്നാൽ മതി. അങ്ങനെ മോശ നിർബന്ധിച്ചപ്പോൾ പരിശുദ്ധാത്മാവാകുന്ന ദൈവം കൂടെ ചെല്ലാൻ തീരുമാനമെടുത്തു. അങ്ങനെ ആ മോശയുടെ കൂടെ ദൈവമുണ്ടായിരുന്നു, പരിശുദ്ധാത്മാവുണ്ടായിരുന്നു. നിയമാവർത്തനം 34:10 പറയുന്നു, ശൂന്യതയോടിയിടുന്ന മണലാരുണ്യത്തിൽ കണ്ടുമുട്ടിയ പരിശുദ്ധാത്മാവ്, ആ സ്വന്തമാക്കിയ പരിശുദ്ധാത്മാവിനെ മോശയോട് എന്നതുപോലെ ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും എന്ന് അരുളി ചെയ്തു. നിയമാവർത്തനം 34:10 ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ദൈവത്തിനെ മുഖാമുഖം കണ്ട്, പരിശുദ്ധാത്മാവിനെ മുഖാമുഖം കണ്ട് ആരാധിച്ച ഏക വ്യക്തിയാണ് മോശ. മോശയുടെ കൂടെ വന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയും വരും. അതുകൊണ്ട് നമ്മളെ സഹായകനായ പരിശുദ്ധാത്മാവിനെ നിരന്തരം വിളിച്ച് പ്രാർത്ഥിക്കാൻ, പരിശുദ്ധാത്മാവേ സഹായക, എൻ്റെ കൂടെ വരണമേ. ലൂക്കാ 1:35 പരിശുദ്ധ അമ്മയുടെ മേൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ വരുവാൻ പരിശുദ്ധ അമ്മയുടെ കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ ദൈവമാതാവേ, അമ്മ ഞങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.